നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻക്രാഫ്റ്റ് ഷെയ്ഡേഴ്സ് ഫോർ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ. അപ്പോൾ നമ്മളിന്ന് വൈബ്രന്റ് വിഷ്വലൊക്കെ വർക്കാവാത്ത ഫോണുകളിൽ വർക്കാക്കാനുള്ള എന്ന് വെച്ചാൽ വൈബ്രന്റ് വിഷ്വൽ പോലത്തെ ഷെയ്ഡേഴ്സാണ് നമ്മൾ 3 ഷെയ്ഡേഴ്സാണ് നമ്മൾ ഇന്ന് തരാനായിട്ട് പോകുന്നത്. നമുക്ക് മൈൻക്രാഫ്റ്റ് പാച്ചിലുമാണ് ഇത് വർക്കാവാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഈ ഷെയ്ഡേഴ്സ് എല്ലാം എടുത്ത് യൂട്യൂബറാണ് എനിക്ക് തന്നത്. ആ യൂട്യൂബിൻ്റെ പേരാണ് എക്സോ ക്രാഫ്റ്റ് എന്നാണ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഡിസ്കൗണ്ടിൽ കാര്യങ്ങളൊക്കെ കയറിയിട്ട് നിങ്ങൾ പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് അവിടുത്തെ മൈൻക്രാഫ്റ്റ് വെർഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന എല്ലാ മോഡും യൂസ് ചെയ്താൽ അവർ കളിക്കുന്ന ഇതേപോലെ നിങ്ങൾക്ക് ഷെയ്ഡേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഗൈസ്. നമ്മുടെ നമ്പർ ലിസ്റ്റിൽ നമ്മൾ 3 ഷെയ്ഡേഴ്സാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഷെയ്ഡർ ഇതാണ് ഗൈസ്. അപ്പോൾ ഇത് വലിയൊരു രസമൊന്നുമില്ല. നമുക്ക് സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകാം ഗൈസ്. ഇത് വലിയ രസമൊന്നുമില്ലാത്ത ഷെയ്ഡറാണ്. നമ്മൾ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ പിന്നെ സെക്കൻഡ് ഷെയ്ഡർ കുറച്ച് ഹെവിയാണ്, എന്നാലും കുഴപ്പമില്ല. ഈ ഷെയ്ഡർ ഇട്ടപ്പോൾ തന്നെ എൻ്റെ ഫോൺ ലാഗ് ആവുന്നുണ്ട്. ഈ ചില ഫോണിലൊക്കെ ഇത് ലാഗ് ആവുകയില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ചാർജ് ചെയ്യാതിരുന്നിട്ടാണ്. ചാർജിൻ്റെ കാര്യമൊക്കെ പറയാമല്ലോ. അപ്പോൾ നമ്മൾ ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ലാഗ് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ ടൈം ലാപ്സ് ഒക്കെ എടുക്കാനൊക്കെ ആണെങ്കിൽ ഷെയ്ഡേഴ്സ് നല്ലോണം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഷെയ്ഡേഴ്സ് എന്ന് പറയുമ്പോൾ 1.90 ശേഷം ഷെയ്ഡേഴ്സൊന്നും മൈൻക്രാഫ്റ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. അത് അവർ റെൻഡർ ഡ്രാഗൺ ഫീച്ചർ എന്ന് പറഞ്ഞ സംഭവം കാര്യങ്ങളൊക്കെ അവർ ഇറക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിവൈസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഷെയ്ഡേഴ്സ് ഉപയോഗിക്കാനൊന്നും പറ്റിയില്ല. അല്ല, ഇതിപ്പോൾ ഹൈ എൻഡ് ഡിവൈസ് ഉള്ളവർക്ക് ഷെയ്ഡേഴ്സ് ഉപയോഗിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതിനുശേഷം വൈബ്രന്റ് വിഷ്വൽ എന്ന് പറഞ്ഞ സംഭവം ഇറക്കി. പക്ഷെ അത് ബീറ്റയിലുള്ളവരാണ്. ബീറ്റയിലുള്ളത് കൊണ്ട് തന്നെ അവർ ബീറ്റയിൽ കയറിയിട്ട് ഇതുവരെ കിട്ടിയിട്ടുമില്ല കുറേ പേർക്ക്. എനിക്കും കിട്ടിയില്ല. പിന്നെ കിട്ടിയവർക്കൊക്കെ ഗ്ലിച്ച് വരും. അപ്പം നമ്മളിന്ന് ഷെയ്ഡേഴ്സൊക്കെ യൂസ് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ 3 ഷെയ്ഡേഴ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകാം ഗൈസ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ആ മച്ചാൻ്റെ ഡിസ്കൗണ്ടിൽ കയറി നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി. ആ മച്ചാൻ്റെ പിന്നെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഷെയ്ഡിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ലിസ്റ്റിലെ നമ്പർ 2 ഷെയ്ഡ് ഇതാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് വാട്ടർ ക്ലിയർ വാട്ടർ അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക ഗൈസ്. അപ്പോൾ ഇത് കണ്ടില്ലേ ഗൈസ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷെയ്ഡറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടു കാണും. സെക്കൻഡ് ഈ ഷെയ്ഡറിൻ്റെ പേര് കൊടുത്തേക്കാം. തേർഡ് ഷെയ്ഡറിലേക്ക് നമ്മൾ കടക്കണം. ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ ഗൈസ്. ഇതിൻ്റെ അകത്ത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഗെയിം ഒന്ന് റീസെറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് പറ്റും ഗൈസ്. ഇതിപ്പോൾ ഞാൻ റീസെറ്റ് ഒന്നും ചെയ്തില്ല. അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ റീസെറ്റ് ഒന്നും ചെയ്തില്ല ഗൈസ്. അപ്പം ഇന്ന് അടിപൊളി ഷെയ്ഡറും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അടുത്ത ഷെയ്ഡിലൊക്കെ കിടക്കാം ഗൈസ്. അപ്പം ഞാൻ പാച്ചിൽ മൈൻക്രാഫ്റ്റ് ആ ബ്രോയുടെ ഡിസ്കൗണ്ടിൽ കയറി എല്ലാവരും കയറ്റി ഗൈസ്. അപ്പോൾ എന്നാൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ. അല്ലെങ്കിൽ പാച്ചിൽ നോർമൽ മൈൻക്രാഫ്റ്റ് ഇത് വർക്കാവില്ല. വർക്കായാലും ചെറുതായിട്ടൊക്കെ വർക്കാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മൂന്നാമത്തെ ലിസ്റ്റിലെ ഷെയ്ഡിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ലിസ്റ്റിലെ തേർഡ് ഷെയ്ഡിലേക്ക് ലാസ്റ്റ് ഷെയ്ഡിലേക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഷെയ്ഡിൽ നമുക്ക് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡറും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. എന്തോ സ്കൈ ഒക്കെ ഒന്ന് ഡാർക്ക് ഇട്ടിരിക്കും. ഇനി നേരത്തെ ഞാൻ കുറച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എന്തോ പറ്റിയ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതിനെന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നിങ്ങൾ പറയണേ. അത് ലാഗൊന്നും ഇല്ല, എന്നിട്ട് പോലും ചുമ്മാ നടന്ന് വന്നുകൊണ്ടിരിക്കുക റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇടയൊന്ന് റീസെറ്റ് ചെയ്യാത് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ ശരിയാകും. പക്ഷേ ഇതെന്നാ അറിയത്തില്ല, ഇങ്ങനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അത്ര സമയം പോയില്ല ഗൈസ്. ഇത് നല്ല മാതിരിയാണ്. ഇത് ഗെയിമിൻ്റെ ബഗ്ഗാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോന്ന് അറിയത്തില്ല. ഗെയിം ഇപ്പോൾ ലാഗ് അടിക്കുന്നുണ്ട്.
സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്. റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഇത്ര ലാഗൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് കളിക്കാം ഗൈസ്. ടൈം ലാപ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും. ഈ ഷെയ്ഡേഴ്സ് യൂസ് ചെയ്ത് കളിക്കുന്ന താല്പര്യമുള്ളവരെല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആ ബ്രോയുടെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. അപ്പോൾ അടിപൊളി ഷെയ്ഡേഴ്സാണ്. നിങ്ങൾ കളിച്ച് നോക്കുക ഗൈസ്. ഞാൻ ഈ ഷെയ്ഡേഴ്സിൻ്റെ കൂടെ ഈ ഷെയ്ഡറിൻ്റെ കൂടെ ഈ ലൈറ്റിംഗ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഈ റിയലിസം VFX എന്ന് പറഞ്ഞൊരു സംഭവം കാര്യങ്ങളൊക്കെ ആ ബ്രോ തന്നെ തന്നതാണ്. ഞാൻ അതിന് മുമ്പ് തന്നെ എനിക്കിത് അറിയായിരുന്നു ഗൈസ്. ഓക്കെ, ഈ മോഡ് എനിക്കറിയായിരുന്നു. ഇപ്പോൾ ഇത്ര സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ടോർച്ച്, നമ്മൾ ഡൈനാമിക് ലൈറ്റിങ്, ജാവേൻ്റെ കൂട്ട് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻവയോൺമെൻറ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ ക്രാഫ്റ്റിംഗ് റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക ഗൈസ്. നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഗെയിമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊള്ളാം ഗൈസ്. പൊളി ഷെയ്ഡേഴ്സും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്താണ് പറ്റിയെന്ന് അറിയത്തില്ല. ഈ സ്കൈ ഒക്കെ ഡാർക്കായിട്ടിരിക്കുന്നു. ഷെയ്ഡർ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. നിങ്ങളൊന്ന് കയറ്റി നോക്കുക ഗൈസ്. ചിലപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ലോഗ് ഔട്ടൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത ഷെയ്ഡർ ആയിരുന്നു. ഇപ്പം എന്തോ പറ്റി ഗൈസ്. ഞാൻ 5-6 പ്രാവശ്യം ഇറങ്ങിയും പോവായിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം വരുന്നതാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് ഈ ബഗ്ഗും കാര്യങ്ങളൊക്കെ വന്നത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ബഗ്ഗും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ബഗ് ഇല്ലാത്തപ്പോൾ യൂസ് ചെയ്തൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്ര ഷോർട്ടായിരുന്നു, കാരണം ഷെയ്ഡർ പരിചയപ്പെടുത്തുന്നില്ല ഗൈസ്. ഷോർട്ട് വീഡിയോ ഗൈസ്. ഇത്രയും ചെറിയ വീഡിയോ മതി. ഷെയ്ഡേഴ്സ് നമ്മൾ എല്ലാവർക്കും വൈബ്രൻ്റ് വിഷ്വൽ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ കിട്ടാത്തവരെല്ലാവരും ഇങ്ങനെ രീതി കളിക്കുക ഗൈസ്, എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.